മോഹൻകുമാർ വിവേകാനന്ദൻ അഥവാ 20 കാമുകിമാരുടെ ദുരന്ത കാമുകൻ സൈനറ്റ് മോഹൻ. ജീവപര്യന്തം കഠിന തടവ്. മംഗളൂരു ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് ശിക്ഷിച്ചത്. സൈനറ്റിനെതിരായ സ്വദേശം കർണാടക. ജോലി ഒരു സ്കൂളിലെ കായിക അധ്യാപകൻ. കുമാർ മോഹൻ വിവേകാനന്ദൻ എങ്ങനെ സൈനറ്റ് മോഹനായി? 2009 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി, പേര് അനിത. ആ ഒരു യുവതിയുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യം അന്വേഷണം നടക്കുന്നത്. അന്വേഷണം ചെന്നെത്തുന്നതോ മോഹൻകുമാറിലേക്കും. 2009 ഒക്ടോബർ 21 മോഹൻകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഒരുപാട് നേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. പ്രതിയെ കീഴ്പ്പെടുത്തിയ സമയത്ത് പ്രതിയുടെ പക്കൽ നിന്നും 8 സൈനറ്റ് ഗുളികകളും 4 മൊബൈൽ ഫോണുകളും അനിതയുടെ ആഭരണങ്ങളും പോലീസ് കണ്ടെടുത്തു. ഈ ഒരു ചോദ്യം ചെയ്യലിലാണ് അനിതയുടെ കൊലപാതകം ഉൾപ്പെടെ ബാക്കി 17 സ്ത്രീകളുടെ കൊലപാതകങ്ങളെ പറ്റി പോലീസിന് അറിയുന്നത്. 20 കൊലക്കേസുകളിലും ഇയാൾക്കെതിരെ വിചാരണ നടന്നു. 16 കേസുകളിലായി മോഹൻകുമാർ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. മോഹൻകുമാർ എന്ന സീരിയൽ കില്ലർ 2003 മുതൽ 2009 വരെയുള്ള കാലയളവിൽ ഏകദേശം 20ഓളം യുവതികളെയാണ് കൊലപ്പെടുത്തിയത്. അതിൽ 4 മലയാളികളായ സ്ത്രീകളും. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളെയാണ് കൂടുതലും ഇരകളാക്കുന്നത്. വിവാഹ വാഗ്ദാനങ്ങൾ നൽകി ലോഡ്ജുകളിലും റൂമുകളിലും കൊണ്ടുപോയി ശാരീരിക ബന്ധങ്ങൾ ഏർപ്പെട്ടതിന് ശേഷം തൻ്റെ കയ്യിലിരിക്കുന്ന ഗുളിക കഴിക്കാൻ കൊടുക്കുകയായിരുന്നു പതിവ്. ഗർഭനിരോധിത ഗുളികയാണെന്നും കരുതി ഈ സ്ത്രീകൾ അത് കഴിക്കുന്നു. പെടഞ്ഞു മരിക്കുന്ന സ്ത്രീകളെ നോക്കി ആനന്ദം കണ്ടെത്തുന്ന സീരിയൽ കില്ലർ സ്ത്രീകളുടെ ആഭരണവുമായി മുങ്ങുന്നതാണ് പതിവ്. ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. അവസാനം പിടിക്കപ്പെട്ടു.